ഹായ്, ഇസ്താംബുൾ എയർപോർട്ടിലാണ് വന്നത്. ഇസ്താംബുൾ ശരിക്കും കാണേണ്ട ഒരു സ്ഥലമാണല്ലോ. എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാക്കേജും ഉണ്ട് ടർക്കിഷ് എയർലൈൻസിന്. പക്ഷേ ഞങ്ങളാരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ നിന്ന് ഇവിടെയൊക്കെ ചുറ്റി കാണുകയാണ്. വലിയ എയർപോർട്ടാണ്. ട്രാൻസിറ്റ് വിസ എടുക്കാൻ പറ്റാഞ്ഞത് ഒരു നഷ്ടമാണെന്ന് ഇപ്പോൾ ഈ 14 മണിക്കൂർ ലേ ഓവറിൽ തോന്നുവാണ്. കാരണം കൊച്ചിലേ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ, ഹിസ്റ്ററിക്കൊക്കെ പഠിക്കുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ, സിറ്റി ഓഫ് 7 ഹിൽസ്, അങ്ങനെയൊക്കെ ഉള്ളൊരു നഗരം പോയി കാണേണ്ടതാണ്. ഹാഗിയ സോഫിയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എയർപോർട്ടിൽ നിൽക്കാനേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ഈ വിസ അപ്ലൈ ചെയ്യണമെങ്കിലും UK, US, ഷെങ്കൻ വിസ ഹോൾഡേഴ്സിനൊക്കെയാണ് ഈ വിസ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് എംബസി വഴി നേരത്തെ വിസ അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പം മറ്റൊരവസരത്തിൽ ഇസ്താംബുളിൽ പോകാൻ ഇറങ്ങി നാട് കാണാനൊക്കെ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര സ്പെഷ്യലാണല്ലോ. ടർക്കിഷ് ഫുഡ് എപ്പോഴും പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ടർക്കിഷ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. ഞങ്ങളുടെ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ തൊട്ടടുത്ത് ഇസ്താംബുൾ ഗ്രിൽസും ഷവർമയൊക്കെ കിട്ടുന്ന, റോൾസൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഒക്കെ തന്നെയാണോ എന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കണം. അതേ ഇപ്പോൾ എയർപോർട്ടിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഡെലിഗേഷനിലൊപ്പമുള്ള ഒരു ഡോക്ടർ അനിൽകുമാറുണ്ട്. ബാംഗ്ലൂരിൽ സർജനാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ കൊളാപ്സ്ഡ് ആയ ഒരു പാസഞ്ചറിനെ ട്രീറ്റ് ചെയ്യുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. 14 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് ഹവാനയിലേക്ക് പോകുന്നത്.